ഇന്നത്തെ വീഡിയോ കുറച്ച് ക്ലീനിങ് ചെയ്യലും പിന്നെ കുറച്ച് അടുക്കള പരിപാടിയിലൊക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ രാവിലെ തന്നെ അടിച്ചു വരേണ്ട പരിപാടിയിലേക്ക് കിടക്കുമെന്ന്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കളിപ്പാട്ടെല്ലാം പൊറുക്കി പൊറുക്കി വെക്കുന്നുണ്ട്. അത് എത്ര നുറുങ്ങിയ കഷ്ണങ്ങളെങ്കിൽ പൊടി വരെ ഓനത് എണ്ണാണ്. അപ്പോൾ എല്ലാം പൊറുക്കി പൊറുക്കി വെക്കണം കേട്ടോ. അപ്പോൾ അതെല്ലാം പൊറുക്കി വെച്ചതിന് ശേഷം ഒന്ന് ടേബിളെല്ലാം നല്ല പൊടിയുണ്ട്. മേലെ പണിയുടെ നടക്കുന്നതുകൊണ്ട് മേലത്തെ പൊടിയെല്ലാം താഴേക്ക് വീഴുന്നതുകൊണ്ട് ദിവസം തുടക്കണം. അപ്പോൾ അതെല്ലാം തുടച്ച് പിന്നെ അടിച്ച് വരാൻ വേണ്ടിയിട്ട് മാച്ചിലെടുത്ത് വരുമെന്ന് കേട്ടോ. അപ്പം നല്ലോണം ഒന്ന് മഴ പെയ്താൽ മാത്രമേ നമ്മളെ മുറ്റത്തുള്ള പൊടിയെല്ലാം അടങ്ങും. കാരണം മൊത്തം സിമൻറ്റ് പൊടിയാണ്. മഴക്കാർ ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല മഴക്കാർ കാണുന്നുണ്ട്. പക്ഷേ മഴയൊന്നും പെയ്യുന്നില്ല. പക്ഷെ അതിന് കണക്കായി നല്ല ചൂടുമുണ്ട്. ഇപ്പം തന്നെ ഏതെങ്കിലും തോടുണ്ടെങ്കിൽ തോട്ടിൽ പോയി തുള്ളാനുള്ള അത്രയ്ക്ക് ചൂടാണ്. ഫാനിൻ്റെ ചോട്ടിലിരുന്നാൽ എന്താ പറയുക, എണീക്കാൻ തോന്നില്ല. അത്രയെന്ന് വെച്ചാൽ അത്രയും ചൂടാണ്. നമുക്ക് മേലെ എടുക്കുന്നുണ്ട്. പക്ഷേ മേലത്തെ വാർപ്പെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ തേപ്പെല്ലാം കഴിഞ്ഞ്. പക്ഷേ എന്നിട്ടും താഴത്തെ ചൂടിന് ഒരു കുറവില്ല. ഞാൻ വെച്ചാൽ മേലെ എടുക്കുമ്പോഴെങ്കിലും കുറച്ച് ചൂടെല്ലാം കുറയുമെന്ന് വിചാരിച്ച്. പക്ഷേ ഒരു കുറവുമില്ല കേട്ടോ. ഇതൊക്കെ കണ്ട നല്ല പൊടിയുണ്ട്. ഇത് മൊത്തം സിമെൻറ്റ് പൊടി തന്നെയാണ്. അപ്പോൾ ഒരു മഴ കിട്ടിയാൽ മാത്രമേ നമ്മളെ മുറ്റമെല്ലാം ഒന്ന് പൊടിയെല്ലാം ഒന്ന് അടങ്ങൂ. അപ്പോൾ ഇതെല്ലാം അടിച്ച് വാരി കൂട്ടാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഓരോ കളിപ്പാട്ടം കണ്ടിട്ട് എൻ്റെ കാതിലെല്ലാം ഉണ്ട് കേട്ടോ. അതെല്ലാം പറയുന്നത് എൻ്റെതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം പൊറുക്കി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ തട്ടെല്ലാം ഒന്ന് വൃത്തിയാക്കുന്നത്. അപ്പോൾ പരിപ്പ് കറിയാണ് വെക്കുന്നത്. അപ്പോൾ രാവിലെ അമ്മ കെട്ടവൻ്റെ കൈമിൽ കുറച്ച് പാർട്സ് ഇല്ലേ, നമ്മളെ മുട്ട പാർട്സ് ചിക്കൻ്റെ, അത് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കിട്ടിയതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ മീനും കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പരിപ്പും കായും കണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ പരിപ്പും കായും വെച്ചേക്കാൻ വിചാരിച്ച്. എന്തായാലും നമുക്ക് കറി വേണമല്ലോ രാത്രിക്ക്. അപ്പോൾ ഇപ്പം വെച്ചാൽ പിന്നെ രാത്രി ആ പണി നോക്കണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കൈയോടെ എന്നാൽ പിന്നെ അതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചേ. പിന്നെ ചോറും പിന്നെ വറവെല്ലാം അച്ചമ്മ രാവിലെ ആക്കിയിട്ടുണ്ട്. രാവിലെ ഓറ് വേഗം തീയെല്ലാം പൊന്തിച്ച് നിന്ന് ചോറും വറവെല്ലാം ആക്കി. പിന്നെ എനിക്കൊരു കറി വെക്കേണ്ട പണിയും അടിച്ച് വരാനും പിന്നെ അതെല്ലാം ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ പണി നോക്കുന്നു കേട്ടോ. ഇതാണ് ചിക്കൻ പാർട്സ് കൊണ്ടുവന്നിട്ട് ഞാൻ ടേസ്റ്റ് നോക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് അമ്മ വെക്കുന്ന ചിക്കൻ കറിയും ബിരിയാണിയും അതുപോലെ തന്നെ ഈ പാർട്സില്ലേ, പാർട്സ് ഒരു രക്ഷയില്ലാത്ത പാർട്സാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ തന്നെ തിന്ന് തീർക്കുമെന്നറിയില്ല. ഇനി വയ്യത്തേക്ക് ഉച്ചക്കേക്ക് എല്ലാവർക്കും ഉണ്ടാവുമെന്നും പറയാൻ പറ്റില്ല. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഈ പാർട്സ്, എനിക്ക് അതിലുള്ള മുട്ടയെല്ലാം ഞാൻ തീർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ തന്നെ ഇരുന്ന് തിന്നിട്ടുണ്ട്. ഈ ആകെ ഉള്ളത് കരളും പിന്നെ കഴുത്തേ ഉള്ളൂ. മുട്ടയെല്ലാം ഞാൻ തന്നെ തീർത്ത് വെച്ച്. അപ്പം കറിക്കുള്ള അരവെല്ലാം കൂട്ടിയിട്ടുണ്ട്. നമുക്കത് വറുത്തിട്ട് കഴിഞ്ഞാൽ കേട്ടോ. പണിയെല്ലാം ഒതുങ്ങി ഒന്ന് വേഗം ഒന്ന് പോയി കുളിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അതും പാർട്സും പിന്നെ കുറച്ച് വെണ്ടക്ക വറവുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.